നമുക്ക് നല്ലൊരു ചിക്കൻ ചീസ് നെയ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? പിള്ളേരൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അതിനെ നമുക്ക് മൂന്നായിട്ട് മുറിച്ച് നമുക്ക് പിള്ളേർക്ക് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് നല്ല ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് താനും. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊക്കെ ആവശ്യം എന്ന് പറയാം. നമുക്കൊരു ചെറിയ പാൻ എടുക്കുക. അതിലേക്ക് ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 പീസ് ചിക്കൻ മതി. അതിനെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് ചിക്കനെ നമുക്ക് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, ചെറുതീയിൽ. പിന്നീട് നമുക്ക് ഇതിനാവശ്യമുള്ളത് ഒരു ലേശം ചില്ലി ഫ്ലേക്സാണ്. ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 സവോള മതി കേട്ടോ, കൊത്തിയരിഞ്ഞതും. ഒരു 1/4 ടീസ്പൂൺ ക്യാപ്സിക്കവും തക്കാളി, ചെറിയൊരു തക്കാളി മതി. നമുക്കൊരു നെയ് റോസ്റ്റിനല്ലേ, അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള സംഗതികൾ മാത്രം മതി കേട്ടോ. പിന്നീട് ഇത് നന്നായിട്ടൊന്ന് ഈ ചിക്കനും സവോളയും ക്യാപ്സിക്കവും എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. പിന്നീട് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നെയ് റോസ്റ്റ് ചൂടാനുള്ള പാൻ എടുത്ത് വെക്കുക. നെയ് റോസ്റ്റിന് നമുക്ക് നന്നായിട്ട് വട്ടത്തിൽ നെയ് റോസ്റ്റ് പരത്തിയെടുക്കുക കേട്ടോ. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടൊമാറ്റോ സോസ് ഇടുക. അല്ലെങ്കിൽ ഞാൻ സ്കെച്ച്വൻ സോസ് ഇട്ടേക്കുന്നത്, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ലേശം എരിവും കൂടെ ഉള്ളതാണ്. അതില്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി കേട്ടോ. അതിലേക്ക് പരത്തി കിടക്കുക. ഒരു ചീസ് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ചിക്കൻ ഫില്ലിങ് നമുക്ക് ഇട്ട് നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ചെറുതീയിലാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും നെയ് റോസ്റ്റ് കേട്ടോ. എന്നിട്ട് പരത്തിയിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കുക കേട്ടോ. പിന്നീട് നമുക്കതിനെ റോളാക്കി ഇങ്ങനെ എടുത്ത് അതിനെ 3 ഭാഗമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പിള്ളേർക്ക് സെർവ് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിള്ളേരൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.